ആ ഗോത്രത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഇടയ്ക്കിടയ്ക്ക് ചില സന്ദർഭങ്ങളിൽ അസർ കഴിഞ്ഞ പാടെ മഗ്രിബിന്റെ സമയം വരെ മഗ്രിബിന്റെ സമയമാകുന്നവരെ നബി തങ്ങൾ അവിടെ പോയി സംസാരിക്കുമായിരുന്നു. ഞാനും കൂടെ പോകും. അബൂ റാഫി റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് തന്നെയാണ്. മഗ്രിബിന്റെ സമയമായി, മഗ്രിബിന്റെ സമയമായപ്പോ അല്ലാഹുവിന്റെ റസൂൽ ധൃതി പിടിച്ച് പള്ളിയിലേക്ക് വരികയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളോടൊപ്പം ഞാനുമുണ്ട്. ഫബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ബഖീഉൽ ഖർഖദിലൂടെ ജന്നത്തുൽ ബഖീഇലൂടെ അല്ലാഹുവിന്റെ റസൂലും ഞാനും ഒരുമിച്ച് നടക്കുമ്പോ നബി തങ്ങൾ പറഞ്ഞു, മാറി നില്ല്, വിദൂരത്തിലാകട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് കേട്ടിട്ട് എന്നോടാണ് നബി തങ്ങൾ പറയുന്നത് എന്ന രൂപത്തിൽ ഞാൻ മെല്ലെ പിറകോട്ട് മാറി നിന്നു. ഹബീബായ റസൂലുള്ളാഹി എന്നെ നോക്കിയിട്ട് പറഞ്ഞു, മാലക യാ അബൂ റാഫി, നിനക്കെന്ത് പറ്റി? ഇംശി, നട മുന്നോട്ട്. ഉടനെ കുൽത്തു, ഞാൻ ചോദിച്ചു, ഹദസ യാ റസൂലല്ലാഹ്, അഫഫ്ത ബി യാ റസൂലല്ലാഹ്, അങ്ങയോടൊപ്പം ഒരുമിച്ച് വരികയായിരുന്നല്ലോ ഞാൻ. അങ്ങ് പറഞ്ഞല്ലോ വിട്ടു നിൽക്കുക, മാറുക എന്ന് പറഞ്ഞല്ലോ. അങ്ങയുടെ പിന്നാലെ അനുഗമിച്ചിരുന്നത് ഞാനാണ്, അതുകൊണ്ട് ഞാൻ വിട്ടു നിന്നതാണ് നബിയെ. ഉടനെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞതല്ല അബൂ റാഫിയേ, ഹാദാ ഖബറു ഫുലാൻ, ഈ ഖബറുണ്ടല്ലോ, ഈ ഖബറിനകത്ത് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയുണ്ടല്ലോ, ബഅസ്തുഹു സായിയൻ ഇലാ ആലി ഫുലാൻ അലാ ആലി ഫുലാൻ, ഇദ്ദേഹത്തെ ഒരു ജോലിക്ക് വേണ്ടി ഇന്ന ഒരു ഗോത്രത്തിലേക്ക് ഞാൻ അയച്ചതാണ്. അനുവാദമില്ലാതെ ഒരു വരയുള്ള പുതപ്പ് ഇദ്ദേഹം എടുത്തു മാറ്റി. വീട്ടിൽ ജോലി ചെയ്തപ്പോ മുതലാളി അറിയാതെ ഒരു കീറിയ പുതപ്പോ, ഒരു ചെറിയ പുതപ്പോ എടുത്തു മാറ്റിയ വ്യക്തിയാണിത്. ആ പുതപ്പ് നരകത്തിന്റെ തീയായി രൂപപ്പെട്ട് അദ്ദേഹത്തെ പൊതിയുന്നത് ഞാൻ കാണുന്നു സഹാബത്തെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ഖബറിൽ നിന്ന് വിട്ടു നിൽക്കണേ. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഹദ്ദസനി ഉമർ റളിയല്ലാഹു തആല എന്നോട് പഠിപ്പിച്ചു തന്നതാണ്. ലമ്മാ കാന യൗമ ഖൈബറിന്റെ ദിവസത്തിൽ, ഖൈബറിന്റെ യുദ്ധത്തിന്റെ സമയത്ത്, അഖ്ബല റജുലുൻ മിനൽ അൻസാർ, സഹാബാക്കളിൽപ്പെട്ട അഖ്ബല റജുലുൻ മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ സഹാബാക്കളിൽപ്പെട്ട ഒരു ഗ്രൂപ്പുകാർ ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ സവിധത്തിലേക്ക് കടന്നു വരികയാ. ഫഖാലു, അവർ പറഞ്ഞു, ഫുലാനുൻ ഷഹീദ്. ഖൈബറിന്റെ യുദ്ധകരണാങ്കളത്തിൽ ഷഹീദാക്കപ്പെട്ട് കിടക്കുന്ന സഹാബാക്കളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സഹാബാക്കൾ ഓരോ വ്യക്തിയുടെ അരികിലേക്ക് പോയിട്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, ഇദ്ദേഹം ഇതാ ഷഹീദായിരിക്കുകയാണ് നബിയേ. തൊട്ടടുത്തേക്ക് പോയിട്ട് വീണ്ടും പറയുകയാണ്, നബിയേ, ഇദ്ദേഹം ഷഹീദാക്കപ്പെട്ടിരിക്കുകയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. അവർ മെല്ലെ നടന്നു മറ്റൊരു സഹാബിയുടെ അരികിലേക്ക് കടന്നു വന്നു. ഫഖാലു, സഹാബത്ത് പറഞ്ഞു, ഫുലാനുൻ ഷഹീദ്, ഇദ്ദേഹം ഷഹീദാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അനങ്ങുന്നില്ല, മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല, ദുആ ചെയ്യുന്നില്ല, മൗനം വീക്ഷിക്കുകയാ. ഒരുപക്ഷെ അല്ലാഹുവിന്റെ റസൂൽ കേട്ടില്ലയോ എന്ന് ധരിച്ചുകൊണ്ട് സഹാബത്ത് വീണ്ടും നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഫുലാനുൻ ഷഹീദ്, ഇദ്ദേഹം ഷഹീദായി നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് ആവർത്തിച്ച് സഹാബാക്കൾ പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുക, കല്ലാ ഇന്നി റഅയ്തുഹു ഫിന്നാർ ഫീ ബുർദത്തിൻ ഗല്ലഹാ ഔ അബാഅത്തിൻ ഗല്ലഹാ
ഇല്ല സഹാബത്തെ, ഇല്ല സഹാബത്തെ, ഇല്ല സഹാബത്തെ, ഇദ്ദേഹം നരകത്തിൽ കിടക്കുന്നത് ഞാൻ കാണുന്നു സഹാബത്തെ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളോടൊപ്പം സന്തത സഹചാരികളാ. കേവലം ഭൗതികതയുടെ പിന്നാലെ അല്പം അവരുടെ മനസ്സ് മാറിപ്പോയപ്പോ, പതറിപ്പോയപ്പോ ഖൈബറിന്റെ യുദ്ധത്തിൽ അതാ മറന്നു കിടക്കുന്ന സഹാബാക്കളുടെ കൂട്ടത്തിൽ ശുഹദാക്കളുടെ സ്ഥാനം ലഭിക്കുമെന്ന് ധരിച്ചു പോയ സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറഞ്ഞപ്പോ ഇല്ല സഹാബത്തെ, ഇല്ല, ഇന്നി റഅയ്തുഹു ഫിന്നാർ, അദ്ദേഹം നരകത്തിൽ കിടക്കുന്നത് ഞാൻ കാണുന്നു സഹാബത്തെ.